അപ്പോൾ ഇന്ന് എന്തായാലും ഒരു നല്ലൊരു അമ്പലത്തിൻ്റെ ഒരു വിശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാവടിയിൽ നിന്ന് മതിക്കരയ്ക്ക് പോകണ അവിടെ മരപ്പാലം പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട്. ഒരു റെയിൽവേ അണ്ടർ റോഡ് കണ്ടിട്ടുണ്ടല്ലോ. ആ റെയിൽവേൻ്റെ അടിയിൽ കൂടെ ആ റോഡ് വരുന്നില്ലേ, ആ ഭാഗത്താണ് ബസ് വരുന്നു. ഇവിടെ ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ മരപ്പാലം പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു അമ്പലമുണ്ട്. അതിൻ്റെ സൈഡ് കൂടെ തന്നെ റോഡുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൽ നിന്ന് ഒരു 1-1.5 കിലോമീറ്റർ ദൂരത്ത് മലൻ്റെ മുകളിൽ നമ്മൾ അവിടുന്ന് ചാവടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ അത് കാണാം കേട്ടോ. മുകളിൽ ശിവ എന്നുള്ള ബോർഡും വെച്ചിട്ട് മലൻ്റെ മുകളിൽ ഇടയിലിടയിൽ കുറേ മുഖമണ്ഡപമായിട്ട് ചുറ്റി ചുറ്റി പഴനി പോലെ ഇങ്ങനെ കയറുന്ന കുറേ സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടാ. അപ്പോൾ ഭയങ്കര വിശേഷവും കാര്യങ്ങളൊക്കെ ഉള്ള അമ്പലമാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാരണം അമ്പലങ്ങൾ നമ്മൾ പഴനി അത്രയും ദൂരെ, എല്ലാം ദൂരെ തന്നെയാണ് നമുക്ക് കൂടുതൽ അമ്പലം. ഈ അടുത്തുള്ള അമ്പലങ്ങളിൽ അങ്ങനെ ആരും വരുന്നതോ പറയുന്നതോ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ അത് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ, ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ കൗണ്ടമ്പാളയത്ത് അമ്മയുടെ മാമൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓർമ്മയില്ല ഇപ്പോൾ, കുറേ വർഷങ്ങൾക്ക് മുമ്പല്ലേ. എന്തായാലും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ ഗിരിവലം എന്ന് പറഞ്ഞിട്ട് ഈ മല ചുറ്റി 4.5 കിലോമീറ്റർ ഉണ്ട് അത്രേ. അപ്പോൾ അത് ചുറ്റിയിട്ടൊരു പരിപാടിയുണ്ട്. പിന്നെ നമ്മൾ ശിവൻ്റെ അമ്പലമായിരുന്ന പ്രദോഷം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ട് കഴിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഏർലി മോർണിംഗാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇന്നലെ രാത്രി സൈറ്റിൽ വർക്ക് 12 മണി വരെ ചെയ്തിട്ട് ഇന്ന് എന്തായാലും സൺഡേ ലീവാണ്. അപ്പോൾ ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അവിടെ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇന്ന് രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഒരു 7 മണിക്ക് ഈ മധുക്കര ഈ ഭാഗത്ത് എത്തിയപ്പോൾ എന്നാൽ നമുക്കെന്നാൽ ഈ അമ്പലത്തിൽ കയറാം, കുറേ ആയില്ലേ വിചാരിക്കുന്നു. അത് പറഞ്ഞ കട്ടയ്ക്കുള്ള ടീമായിരുന്നു. അപ്പോൾ പ്രേക്ഷേട്ടൻ അങ്ങനെ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് കടകളൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ സാധനങ്ങൾ, അതായത് നമുക്ക് പൂജയ്ക്കുള്ള സാധനങ്ങളും ഇതൊക്കെ കിട്ടാനുള്ള എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ നമുക്ക് ടിഫിൻ കഴിക്കാനോ അല്ലെങ്കിൽ ചായക്കോ അങ്ങനത്തെ സൗകര്യമൊന്നുമില്ല. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഫോറസ്റ്റ് ഏരിയ അല്ലേ, അപ്പോൾ അതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. പിന്നെ ഇത് ചെയ്താലും ഇവിടെ വരുന്ന ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ എല്ലാവരും ഇട്ടിട്ടുണ്ടല്ലോ ഈ വീഡിയോ ഒക്കെ. നമ്മളൊക്കെ ഇപ്പോഴാണ് ഇടുന്നത്, ഇതിന് മുമ്പ് തന്നെ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിറയെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും അവിടെ വലിച്ചെറിഞ്ഞ് നാശമാക്കുകയാണ്. അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ കൊല്ലംകോട് കണ്ടില്ലേ, നമ്മളൊക്കെ പോകുമ്പോൾ ഒരു പ്രശ്നമില്ല, സീതാർകുണ്ടൊക്കെ ഇടയ്ക്ക് പോയിട്ട് വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാതായി. കാരണം അത്രയും തിരക്ക്, ബ്ലോക്ക്. ചെറിയ പഞ്ചായത്ത് റോഡാണ്, അത് മൊത്തം ബ്ലോക്ക്. പിന്നെ ഈ ആവശ്യമില്ലാത്ത കുപ്പികളും സ്നാക്സൊക്കെ കൊണ്ടുവന്ന കവറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനും പ്രകാശേട്ടനും എന്തായാലും സ്റ്റാമിന നോക്കാം, നമുക്ക് ഓടി കയറാം, എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റെപ്പൊക്കെ എണ്ണലുണ്ട്. അപ്പോൾ നല്ല സ്റ്റാമിന തന്നെ വേണം കേട്ടോ, കുത്തനെയുള്ള കയറ്റമാണ്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ മഴ പെയ്തുകൊണ്ട് നല്ല കോടയാണ്. അപ്പോൾ നമ്മൾ ആ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അതുണ്ടോ ഭയങ്കരമായിട്ടുള്ളൊരു വൈബാണ് അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ. അതാണ് നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത് കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്തിയപ്പോൾ ഇനി നാളേക്ക് മാറ്റി വെക്കേണ്ടതെന്ന് വേണ്ടി കയറി. അപ്പോൾ ഞാൻ എന്തായാലും ഓടിക്കയറാം, കുത്തനെയുള്ള കയറ്റമുള്ള മനസ്സിലായി. പക്ഷേ നമ്മുടെ ഷാഫിഖാൻ്റെ സൈക്കിൾ യാത്ര പദയാത്ര പോലെയായിട്ടാ, പത വന്നു. കാരണം മോളെത്തുമ്പോഴേക്കും എൻ്റെ ഊപ്പാട് ഇളകി. എന്തായാലും നല്ല കുത്തനുള്ള കയറ്റം കൊണ്ടാ, ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. കാരണം എന്താ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ, അതൊന്നും ചെയ്തിട്ടില്ല. അവിടെ മുകളിലൊക്കെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അമ്പലം. പക്ഷേ ദേവസ്വം ബോർഡ് അവിടുത്തെ ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളും പെർമിഷനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് വെളിയിൽ നിന്ന് എടുത്തു. മോളെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തൊഴുതു, അവിടുന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകാശേട്ടൻ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല കേട്ടോ. കാരണം കറക്റ്റായിട്ട് പോകുമ്പോഴേ നീ എണ്ണമൊക്കെ തെറ്റിച്ചു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ എന്തായാലും അത് കറക്റ്റായിട്ട് എണ്ണിയിട്ട് നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഫ്രണ്ടിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരം വന്നു. സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങണം, സ്റ്റെപ്പ് മാത്രമേ ഉണ്ടെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇടയിലിടയിൽ കുറേ റാമ്പ് ഉണ്ട്. ദൂരമല്ല പറയുന്നത്, എത്ര സ്റ്റെപ്പുകളുണ്ട്, തിട്ടകൾ എത്ര എണ്ണം ഇട്ടിട്ടുണ്ട് എന്നാണ് നോക്കുന്നത്. അത് ചില സ്ഥലങ്ങളിൽ സിമെൻറ്റ് ഇട്ടിട്ടുണ്ട്, പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ പിന്നെ പാറയിൽ തന്നെ കൊത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം കയറിയ സ്ഥലത്ത് തന്നെ ഫസ്റ്റ് മുഖമണ്ഡപത്തിൽ തന്നെ എത്തിയിട്ടോ. പ്രകാശേട്ടൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. പ്രകാശേട്ടൻ സൂര്യയും കൂടെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, എത്ര എണ്ണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ പകർത്തി ഇങ്ങനെ വരികയാണ്. എന്തായാലും അടിപൊളി വൈബാണ് കേട്ടോ. ഫാമിലിയായിട്ട് നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിക്കോളൂ. അപ്പോൾ മൂപ്പർ വന്നു. അത്ര പ്രകാശേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ 932 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ചില്ലറയല്ല. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. ഇന്ന് കോടയുള്ളത് കാരണം ശരിക്കും എൻജോയ് ചെയ്തത്. ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, ഇതിനു വേണ്ടി പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല, പക്ഷെ നമ്മൾ പോണ വഴിക്കുള്ള ഒരു സ്ഥലം എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇവരും ഉണ്ടപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. എന്തായാലും ചാൻസ് കിട്ടുന്ന എല്ലാവരും, അതാണ് അമ്പലം.
ഒന്ന് ഒരു ദിവസം ഒരു സൺഡേയോ അല്ലെങ്കിൽ ഇടയിൽ ഒരു ദിവസം പോലെ ഇടയിൽ വീക്കെൻഡിലൊക്കെ പോണത് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വൈറലായതുകൊണ്ട് തന്നെ നമ്മൾ ഇടയിൽ ഒരു ദിവസം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല, ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഇത് ഞായറാഴ്ച ചാൻസ് കിട്ടിയ സ്ഥലത്തേക്ക് പോട്ടാ.